ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ടീം ഇന്ത്യ വീണ്ടും കളിക്കളത്തിലേക്ക് എത്താൻ പോവുകയാണ്. സെപ്റ്റംബർ 19 മുതൽ തുടങ്ങാൻ പോകുന്ന ബംഗ്ലാദേശ് സീരീസാണ് ഇന്ത്യയുടെ അടുത്ത വരാനിരിക്കുന്ന പരമ്പര. 2 ടെസ്റ്റും അതോടൊപ്പം തന്നെ 3 T20 മത്സരങ്ങളുമടങ്ങിയ പരമ്പരയാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ കളിക്കാൻ പോകുന്നത്. സോ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള സ്കോഡ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സീനിയർ താരങ്ങളടക്കം ഉൾപ്പെടുത്തിയ ഒരു മികച്ച സ്കോഡ് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചത്. രണ്ടാം ടെസ്റ്റിനുള്ള സ്കോഡ് വൈകാതെ തന്നെ പ്രഖ്യാപിച്ചിരിക്കും. നമുക്ക് ദുലീപ് ട്രോഫിയിൽ സീനിയർ താരങ്ങളടക്കം കളിക്കുന്നതിൽ തന്നെ അവരുടെ പെർഫോമൻസൊക്കെ നോക്കിയ ശേഷം തന്നെയാണ് പുതിയ ഹെഡ് കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറിൻ്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ടീമിനെ അനൗൺസ് ചെയ്യുന്നത്. സോ എല്ലാവരും കാത്തിരിക്കുന്നത് T20 പരമ്പരയ്ക്കുള്ള സ്കോഡ് എങ്ങനെയായിരിക്കും. നമുക്ക് ബംഗ്ലാദേശിൻ്റെ 3 T20 മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ചെറിയ ടീം ആയതിനാൽ തന്നെ സീനിയർ താരങ്ങളെല്ലാം മാറ്റി നിർത്തിയ ഒരു തീർത്തും യുവനിരയെ തന്നെയായിരിക്കും ഗൗതം ഗംഭീറിൻ്റെ സംഘം ബംഗ്ലാദേശിനെതിരെ T20 പരമ്പരയ്ക്ക് ഇറക്കാൻ പോകുന്നത്. സോ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് 3 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിൽ ഒരു വമ്പൻ മാറ്റങ്ങൾക്കടക്കം സാധ്യതയുണ്ട്. സോ അതൊക്കെ എന്താണ് നമുക്കൊന്ന് നോക്കാം. 2 ടെസ്റ്റ് പരമ്പരകൾക്ക് ശേഷമാണ് 3 മത്സരങ്ങളടങ്ങിയ T20 പരമ്പര വരാനിരിക്കുന്നത്. ആദ്യ ടെസ്റ്റിനുള്ള ടീമിനെ കഴിഞ്ഞ ആഴ്ച ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗിൽ അടക്കമുള്ള താരങ്ങൾ ബംഗ്ലാദേശിനെതിരെ T20 പരമ്പരയിൽ കളിച്ചേക്കില്ല. ഗില്ലിന് രണ്ടാം ടെസ്റ്റിലും അദ്ദേഹത്തിന് റെസ്റ്റ് അനുവദിച്ചേക്കും. കാരണം അതിനുശേഷം നടക്കാൻ പോകുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യയെ സംബന്ധിച്ച് അതിനിർണായകം തന്നെയാണ്. കഴിഞ്ഞ 2 തവണയും ഗവാസ്കർ ട്രോഫിയിൽ ചാമ്പ്യന്മാരെ ഇന്ത്യയെ സംബന്ധിച്ച് തവണ കപ്പ് നിലനിർത്താനാണ് ഇന്ത്യ ഓസ്ട്രേലിയൻ മണ്ണിൽ ഇറങ്ങാൻ പോകുന്നത്. അതിനാൽ തന്നെ സീനിയർ താരങ്ങളെ എല്ലാവരെയും ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയും. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിനെതിരെയുള്ള T20 പരമ്പരയിൽ യുവ താരങ്ങളായിരിക്കും ഇറക്കാൻ പോകുന്നത്. വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, അതോടൊപ്പം ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ടുള്ള ഋഷഭ് പന്ത്, ഇന്ത്യയുടെ മെയിൻ പ്രധാനപ്പെട്ട ബോളറായിട്ടുള്ള ജസ്പ്രീത് ബുംറ അടക്കമുള്ള താരങ്ങൾ പരമ്പരയിൽ കളിച്ചേക്കില്ല. അങ്ങനെയാണെങ്കിൽ മലയാളി താരം സഞ്ജു സാംസൺ അടക്കമുള്ള യുവതാരങ്ങൾക്ക് ടീമിലേക്ക് ഇടം ലഭിച്ചേക്കും. പന്ത് കളിക്കാത്ത സാഹചര്യത്തിൽ സമീപകാലത്ത് വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും BCCയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്നടക്കം പുറത്താക്കപ്പെട്ട ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടുള്ള ഇഷാൻ കിഷൻ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് സീരീസിലേക്ക് എത്താൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കപ്പ് കീപ്പറായിട്ട് സഞ്ജു ആയിരിക്കും ടീമിലേക്ക് എത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ റിയാൻ പരാഗ്, തിലക് വർമ്മ, അഭിഷേക് ശർമ്മ തുടങ്ങിയ താരങ്ങളും ടീമിൽ ഇടം ലഭിച്ചേക്കും. യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് ബാറ്ററായിട്ട് തുടരും. അതോടൊപ്പം തന്നെ സ്പിന്നർ ബോളർമാരായിട്ട് അക്സർ പട്ടേലും രവി ബിഷ്ണോയിയാവും കളിക്കാൻ ഇറങ്ങാൻ പോകുന്നു. അതോടൊപ്പം തന്നെ പേസ് ബോളേഴ്സായിട്ട് ഹർഷ്ദീപ് സിംഗിനൊപ്പം ഹർഷിത് റാണയും യുവതാരമായിട്ടുള്ള യശ് ദയാലും ടീമിൽ ഇടം ലഭിച്ചേക്കും. സോ ഇതാണ് ഒരു PTA പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സോ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് സീരീസിൽ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അടക്കമുള്ള താരങ്ങൾ കളിച്ചില്ല. അതേസമയം ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ് തുടർന്നേക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.